ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുൾ പരിപാടിയാണ്. ഇന്ന് ഇരിക്കുന്ന റിസൾട്ട് മുത്തകി എന്ന് പറഞ്ഞ സോണിയുടെ ഒരു ഹോം തിയേറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സാധനം ഇത് പിന്നെ നമ്മൾ ശരിയാക്കിയതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. സബ്വൂഫറിന്റെ കൂടെയും സബ്വൂഫറും എല്ലാം വർക്കിംഗ് ആണ്. 5.1 ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു സ്കൈപ്പും ചെയ്യുക. നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. സോണി ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. കാഞ്ഞിരപ്പള്ളി KK റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടവർ വിളിക്കുക. ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പിന്നെ ഒത്തിരി അടുത്ത് കാണിച്ച് പണതും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, നമുക്കൊന്നും സമയമില്ല. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ്, സോണി ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടോളൂ. ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പോവാണ്. അപ്പുറത്തേക്ക് ഇടാന്ന് പറഞ്ഞാൽ നാല് സ്പീക്കർ ഉപയോഗിക്കാം, സബ്വൂഫർ ഉപയോഗിക്കാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. എല്ലാം വർക്കിംഗ് ആണ്. 3500 രൂപ മുടക്കമുള്ളൂ. പിന്നെ ഈ RT3 അല്ലേ, ഇപ്പൊ RT3യുടെ ബോർഡ് ഭയങ്കര വിലയാണ്. സാറിനെ ഞാൻ വിളിച്ചപ്പോഴത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ആവത്തില്ല. പിന്നെ 2.1 ആക്കി തരാന്ന് പറഞ്ഞു. 2.1 ബോർഡ് വെച്ചിട്ട് 4 സ്പീക്കറും ഒരു സബ്വൂഫറും വെക്കും. ഞാനിപ്പോ എനിക്ക് ബോർഡ് ഇപ്പൊ കിട്ടിയായിരുന്നു. അതുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്ത് തരാറില്ലേ. RT3യുടെ ബോർഡ് ഇപ്പൊ അവൈലബിൾ ആണോ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോണിയുടെ മുത്തകി എന്ന് പറഞ്ഞ ആമ്പാണ് ചെയ്യാൻ പോകുന്നത്. ഒരു AVR പോലെയുള്ള ഒരു സാധനമാണ്. അത് 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഒരേപോലെ ചെയ്യാൻ പോവാണ്. ഒരെണ്ണം സബ്വൂഫറിന് മാത്രമേ ഉള്ളതും ഒരെണ്ണം സെറ്റിൻ്റെ, അത് ഒരെണ്ണം സെറ്റിൻ്റെയാണ്. ഇത് പുഷ് പവർ പ്രൊട്ടക്റ്റ് ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് പാടത്തില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഇതിന് അതിൻ്റെ അകം മൊത്തം നമ്മൾ അഴിച്ചു വെച്ചു. അപ്പോൾ നമ്മളിനി അഴിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ സെറ്റ് നമുക്ക് അഴിക്കാം. ഇതിൻ്റെ വയറാണ്. ഓക്കെ, ഇത് നല്ലപോലെ വീഡിയോ പിടിച്ചാൽ അതിൻ്റെ പിന്നുകളും കാര്യങ്ങളൊക്കെ വീഡിയോ പിടിച്ചാൽ കറക്റ്റായിട്ട് അഴിക്കാൻ പോവാം. നമ്മൾ പീസാക്കാൻ പോവാം. ഹലോ, അതെ അതെ. അത്രയാവും. ചെറിയ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ ഓക്കെ, പലരും ചെയ്യുന്നുണ്ട്. ചെയ്താലും അധികം നാൾ നിൽക്കുമൊന്നുമില്ല. 1 വർഷം ആയതുള്ള. 1 വർഷം ആയപ്പോഴേ മണ്ണിൽ പോയി LG. 3 വർഷം വാറണ്ടി ആയിരുന്നു അല്ലേ? ആ, ഓ, അപ്പോൾ അത് ഒന്നെങ്കിൽ പാനൽ മാറുക, അല്ല പുതിയ TV എടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഉള്ള എല്ലാം അഡ്ജസ്റ്റ് അതിനടുത്ത് കുത്തി വെച്ച് അല്ലാതെ എന്നാ ചൂടുണ്ടായിട്ടത് ഉരുകുന്നില്ല. അതെയോ? മറ്റൊന്നും ഉരുകാത്ത. ഫോൺ കാരണം ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ ആൾക്കാർ തന്നെ സെറ്റ് തന്നിട്ട് ഇവർ തന്നെ എൻ്റെ സെറ്റ് ശരിയായോ, എൻ്റെ സെറ്റ് ശരിയായോ ഇങ്ങനെ ഫോൺ വിളിക്കുന്നു.
ഞാൻ ഇങ്ങനെ തെറ്റ് ശരിയാക്കി കൊടുക്കുന്നു, എന്നിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതി. ഈ വർക്കിംഗ് ടൈമിലെങ്കിലും ഒന്ന് ഫോൺ വിളിക്കാതിരിക്കാന്നുള്ളൊരു മര്യാദ. ഇത് ഫുള്ള് ഡിസ്പ്ലാൻ ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തു, ഡിസ്പ്ലാൻ ചെയ്തു. ഈ ബോർഡ് നല്ലപോലെ ഒന്ന് കാണിച്ചു. അത് അപ്പുറത്തെ മുറി തുറക്കുന്നതാണോ? അതെ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ അതുകൊണ്ട് പലയിടത്തും പെറുക്കിയിടാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമല്ല. മതിയിടാം.
ഞാൻ ഈ മറ്റേ സിസ്റ്റൊക്കെ എന്തെങ്കിലും കൊണ്ട് ചെറിയ പണിയൊക്കെ ഞാൻ ചെയ്യും, അസംബ്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ചെറുതായിട്ടൊക്കെ. ഇതിന് ഞാൻ അല്ല ചെയ്ത് നമ്മൾ പഠിക്കാന്നുള്ളേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പം ആരും നമ്മളൊന്നും പറഞ്ഞൊന്നും തരികയില്ല. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരാളോട് ചോദിച്ചാൽ നുണ മാത്രമേ പറഞ്ഞു തരുള്ളൂ, അത് തെറ്റേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ നിർബന്ധമുണ്ട്, ഞാൻ ഒരാൾക്ക് ഒരു തെറ്റ് പറഞ്ഞു കൊടുക്കില്ല, നേര് മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല, ഞാൻ അറിയത്തില്ല എന്ന് പറയത്തുള്ളൂ. നുണ പറഞ്ഞു കൊടുത്ത് അവനെ ഈ കമ്പനി സർവീസ് സെൻ്ററിലൊക്കെ പറയാൻ പറ്റില്ല, മാത്രമേ കാണിക്കൂ. എന്നാ ചെയ്യാൻ പറ്റും? അതാണ് ഈ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് പിന്നെ ഒത്തിരി ആൾക്കാരെ ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാലത്ത് വന്നിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഈ കാഞ്ഞിരപ്പള്ളിയിലുള്ള കുറേ മുതലാളിമാരാണ്, എല്ലാവരും വലിയ കാശുകാരാണ്. അവർ സോണി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അവരെല്ലാം നല്ല സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവരുടെ സർവീസ് മാത്രം ഞാൻ ചെയ്താൽ മതി. ഞാൻ പുറത്തുനിന്നുള്ള സാധാരണക്കാരൻ്റെ വർക്ക് പോലും ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നമ്മളൊരു 10,000 രൂപയുടെ വർക്ക് ചെയ്താൽ 15,000 രൂപ നമുക്ക് വരും. നമ്മൾ എത്രയാടാ സോണി എന്ന് ചോദിച്ചാൽ അതുപോലെ സ്നേഹവും. തോമാച്ച പേര് വിട്ട് വിളിക്കാം. അപ്പോൾ തോമാച്ച 10,000 രൂപയായി. ശരി ഇതാട്ടോ എന്ന് നമ്മൾ അവരുടെ മുമ്പ് ചെണ്ണാൻ പാടില്ലല്ലോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ 15,000 ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, അതെ തോമാച്ച ഇച്ചിരി കൂടുതലുണ്ടല്ലോ, അത് ഞാൻ 10,000 എന്നാണല്ലോ പറഞ്ഞത്, 15,000. നീ 15,000 എന്നാണ് പറഞ്ഞത് എന്ന്. തമാശ മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഇത് യൂട്യൂബിലിട്ട മനുഷ്യൻ്റെ കിളി പോയി. നാട്ടിലുള്ള സകല തെറ്റും വന്ന് ഞാൻ ഇന്നിപ്പോൾ ആലോചിക്കും, എങ്ങനെ ഈ സാധനം എല്ലാം തിരിച്ച് ആ മുറിക്കകത്ത് കയറി തപ്പിപ്പോഴേ ഇതെല്ലാം ഒന്ന് തിരിച്ചേൽപ്പിച്ചിട്ട് വേണ്ട നമ്മൾ ഈ പണിയൊന്നും നിർത്തിപ്പോകാം. ഞാൻ എൻ്റെ ബോർഡ് ഞാൻ ഒപ്പിക്കാം. എൻ്റെ ഒരു 5-6 ബോർഡ് ഇരിപ്പുണ്ട്. അത് ഓരോ മോഡലിനും ചെറിയ പിന്നു വ്യത്യാസമുണ്ട്, അതാണ് മെയിൻ പ്രശ്നം. അല്ല പിന്നീട് നമുക്ക് നോക്കി കൊടുക്കാം. മീൻസ് ഇപ്പം ഞാൻ ഞാൻ മാറ്റി കുത്തി കൊടുത്തു, അത് ഊരി കുത്തിയാൽ മതി, വേറെ കാര്യം. എല്ലാ സാറും തന്നെ ഒരു കംപ്ലൈന്റ് തന്നെ എടുക്കുന്നതിന് ഒരു 2 ദിവസം ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന നമുക്ക് ചെയ്യാവുന്ന സാധനം സ്പെയർ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാമെന്നുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സ്പെയർ ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. എല്ലാ കമ്പനിക്കാരനും അങ്ങനെയുള്ള ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടേക്കും, പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കാം. എല്ലാവരും ഭയങ്കര ഉടായിപ്പാണ്. ഇത് ഞാൻ ശരിയാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ഭയങ്കര റെയർ മോഡൽ. കാര്യം ഇതിന് 2 HDMI ഇന്നും അതുകൊണ്ട് എനിക്ക് വേറെ സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ബ്ലൂറേയിലും ഡിവിഡിയിലും അങ്ങനെ 2 ഇൻ ഇല്ല. 2 HDMI ഉണ്ട്. അതിന് 2 HDMI ഉണ്ട്. അപ്പോൾ എനിക്കൊരു AVR പോലെ വർക്ക് ചെയ്യും. നല്ല സാധനം. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ കളയാതെ വെച്ചത്. ഈ ചേട്ടൻ്റെ എന്നാ മോനെ നീര് കൊടുക്കട്ടെ. ആ ചേട്ടൻ്റെ എന്നാ ഇതാണോ തീർന്നാണോ? JBL നോട്ട് വർക്ക്. ഇത് ഇത് കഴിഞ്ഞ ദിവസം വന്നല്ലേ ഉള്ളൂ. 7 മാസത്തെ എടുത്ത് വരുന്നുള്ളൂ. ഇതെന്നായിരുന്നു ഇത് കംപ്ലൈന്റ്? വയർലെസ് സബ് ഊപ്പർ. മനസ്സിലായി. സ്പെയറാകും, പക്ഷെ ഔട്ട് വരികയില്ല, ആമ്പ് വരികയില്ല. അത് സെയിം തന്നെ. എനിക്കിപ്പോൾ പിടി കിട്ടി. ആ ചെറുത്, ആ കുഞ്ഞൻ സബ്, അത് ഞാൻ നോക്കി. അത് മദർ ബോർഡ് അത് നോക്കിയത് ഞാൻ. അത് ആംപ്ലിഫയർ, ആ ബോർഡ് പോയതാ. ഞാൻ വേറൊരെണ്ണം സെറ്റ് കൂടി ഇരിപ്പുണ്ട്, അതിൻ്റെ അടുത്ത് കുത്തി വർക്കാം. അപ്പം അതിൻ്റെ ബോർഡ് പോയതാ. അതെനിക്ക് മനസ്സിലായി. ആ കനം കുറഞ്ഞ ആ ഒരു കുഞ്ഞ് സെറ്റ്, അത് ഞാൻ അവിടെ അഴിച്ചു തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കി, അന്നേരം തന്നെ ഞാൻ നോക്കിയായിരുന്നു. അന്നേരം ചേട്ടൻ പറഞ്ഞില്ലേ ഇതിന് അതൊന്നിനും കൊള്ളിയാത്ത ഒരു സാധനം. അതിനിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വയർഡായിട്ട് ചെയ്തു തരാം. അപ്പോൾ വയർഡായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ യൂണിറ്റ് കൂടെ കിട്ടണം. മറ്റേ ചെറിയ ഇപ്പം എനിക്ക് അതിൻ്റെ യൂണിറ്റ് കൂടി ഇരിപ്പുണ്ട്. അത് വെച്ചാൽ ഞാൻ ചെക്ക് ചെയ്ത് സെയിം സെറ്റ് കൂടി ഇരിപ്പുണ്ട്. സെയിം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഒരു സെയിം സെറ്റ് ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഇതുമായിട്ടും ഇത് പെയറാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പെയറാവും, പക്ഷേ ഇത് ആകുമ്പോൾ അവിടെ ഒരു കുഞ്ഞു ബോർഡാണ്, ഇത്രേ ഉള്ളൂ. പല്ലിമുട്ട പോലെ ഒരു ബോർഡാണ് അതിനകത്തിരിക്കുന്നത്. ഒരു 24 വോൾട്ട് 18 വോൾട്ട് സപ്ലൈ, അത്രയും സാധനമുള്ളൂ. JBL എന്ന് പേര്. ഇപ്പം JBL എന്നൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങേറ്റം അങ്ങ് ചിന്തിച്ചു, വലുതായിരിക്കും ഇതായിരിക്കും. ഇത് മറ്റേ ഇതിൻ്റെ അത്രയും പോലും ഇല്ലാത്ത, സെബ്രോണിക്സിൻ്റെ അത്രയും പോലും ഇല്ലാത്ത JBL എന്ന് പറഞ്ഞാൽ നമുക്കൂടെ നടക്കണം. അതുകൊണ്ട് സാധനം അത്. ഇതങ്ങനെ വയേർഡായിട്ട് തരാമെന്ന് നോക്കട്ടെ, എന്തായാലും ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ അന്നേരം തന്നെ നോക്കിയായിരുന്നു. ഞാൻ നോക്കിയത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ സെയിം സെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അന്നേരം പെയർ ചെയ്ത് തീരുമാനമാക്കി വെച്ചതാണ്.
ഇതിന്റെ ബോർഡ് കാണാൻ പറ്റുമോ? ബോർഡൊന്നും കാണുകയല്ലേ, ആ, അത്ര പഴയ മോഡലില്ല, പുതിയ ബോർഡ് വല്ലതും വേണം. അതേ ബോർഡ് വെച്ചാൽ മതി. എന്നിട്ട് വയർഡാക്കി തരാം. വയർലെസ് ആകുമ്പോഴേ മെയിൻ കുഴപ്പം. ആ, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്തു തരാം. അത് നിർത്തി വെക്കണ്ട. ഇവരൊക്കെ വളരെ ക്ഷമയോടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ റെഡിയാകുമ്പോൾ വിളിക്കുമോ? ഞാൻ വിളിക്കും. ഞാൻ എല്ലാ സെറ്റും വരുമ്പോഴേ ഞാൻ നോക്കും. ആ, ഇപ്പം നോക്കാഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സെറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. തിരുവനന്തപുരത്ത് നിന്നുള്ള സെറ്റ് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ശരിയല്ലേ? ഓക്കെ. അപ്പം നീ ഇത് പിടിച്ച ഓക്കെ, നീ പോയി ചോറിന് പെട്ടെന്ന് പോ. പോയി ചേർന്നു. ഇവിടെ നല്ല ഈ റെസ്റ്റോറൻറ്റ് കൊള്ളാം. അതിപ്പോൾ തക്കാലം മാറ്റി വെച്ചു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഡിജിറ്റൽ ഓഡിയോ വീഡിയോ കൺട്രോളർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് വന്ന ഏജൻസി. ഇതിനകത്ത് 3 ഹൈബ്രിഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകം ഉണ്ടോ, കപ്പാസിറ്റർ കണ്ടോ, സോണിയുടെ കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 71 വോൾട്ട് 6800 MUF ഉള്ള സോണിയുടെ കപ്പാസിറ്റർ. 71 വോൾട്ട് 6800 MUF ഉള്ള സോണിയുടെ കപ്പാസിറ്റർ. കുട്ടികളെ ചെറുപ്പം മുതലേ നല്ലപോലെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. ഡോണ്ട് മേക്ക് നോയ്സ്. അപ്പം അടുത്ത ആൾ നോയ്സും കൊണ്ട് പോകുന്നു. ആംബുലൻസ്. ഇതിൻ്റെ നോയ്സ് കാരണം ഇവിടെ ജീവിക്കാനേ പറ്റത്തില്ല. ഇതിന് മാത്രം ആൾക്കാർ. ഇതാണ് നമുക്ക് അതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ആണ്ടേ ഓഡിയോ കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സറൗണ്ട്. ഇനിയിപ്പോൾ ഏത് സ്പീക്കർ? 2 നമ്മുടെ സിറ്റി പോയിട്ട് 3 4 പിന്നെ സറൗണ്ട്. 3 സ്പീക്കറും ഓക്കെയാണ്. അത് കൂടാതെ നമ്മുടെ സറൗണ്ട് സ്പീക്കർ കൂടെ നോക്കണം. സറൗണ്ട് ബാക്ക് അത് റെഡിയാണ്. ഇനി ഈ 5.1-ൻ്റെ ഫ്രണ്ട് സ്പീക്കറിൻ്റെ 2 കൂടെ നോക്കണം. അതിങ്ങോട്ട് കറക്കി വരുന്ന ടൈപ്പാണ്. അതൊന്ന് മുട്ടിച്ച് നമുക്ക് നോക്കിയാൽ മതി. കറക്ക്. അകത്തോട്ട് ഇറക്കി വെച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. നോക്കട്ടെ. തെർമോമീറ്റർ പനി നോക്കാൻ വെക്കുന്ന പോലെ വെക്കണം. ഒരു ചാനൽ. ഫ്രണ്ട് ലെഫ്റ്റ്. സറൗണ്ടിൽ. വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സെറ്റായിരുന്നു. ഒരു കാലത്ത് ഇത് മേടിക്കാൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യമില്ല. മേടിച്ചേക്കാന്നൊക്കെ ഓർത്ത് വന്നേക്കും തീർന്നു പോയി. മോഡൽ നിന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ എല്ലാം ഓക്കെയാണ്. എല്ലാ സ്പീക്കറും ഓക്കെയാണ്. ഇനി അത് ചൂടങ്ങനെ വലിയ ചൂടൊന്നുമില്ല. മോസ്ഫെറ്റ് എത്ര ആണെന്ന് കണ്ടോ, നിരത്തി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 മോസ്ഫെറ്റ് ഉണ്ട്. 12 മോസ്ഫെറ്റ് നിരത്തി വെച്ചിരിക്കുകയാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനിയൊരു ഇതെടുക്കണം. ഫ്ലൂട്ട് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതായിരിക്കണം. അതിന് മുമ്പ് നമുക്കൊരു ബ്ലൂറേ പ്ലെയർ ചെയ്യാനുണ്ട്. കത്തി എന്തി വേനെ കത്തിതാ. ഇതാ കത്തി. നല്ല പാക്കിംഗ് ആണല്ലോ. നമ്മൾ നല്ലപോലെ തെർമോക്കോളൊക്കെ ഇട്ടിട്ടുണ്ട്, സ്പോഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പൊക്കിയോ. ഇത് നമ്മൾ ആ പുള്ളിക്ക് കൊടുത്ത ആ സെയിം സെറ്റാണ്. എടുത്തോ. നമ്മൾ ആ പുള്ളിക്ക് സെയിം ആയിട്ടൊരു സെറ്റ് കൊടുത്തില്ല, ആ സെറ്റാണ്. ഇനി പൊക്കിയോ.
നമ്മളിവിടെ റയർ മോഡൽ എവിടെ വെച്ചു തിരിച്ചു വെക്കാം, കമത്തി വെക്കല്ലേ. ഇത് ഒരു ഡിസ്ക് എഴുതി കുത്തിക്ക് ക്ലിക്ക് ചെയ്യും. ഇത് ഓണാകുന്നേ ഇല്ല. ലൈറ്റ് കത്തുന്നുണ്ടല്ലേ? ഓക്കെ, ഡിസ്പ്ലേ ഇവിടെയാണെന്ന് തോന്നുന്നു. മുമ്പ് ഒരിക്കൽ ട്രാവൽ ചെയ്തപ്പോൾ CD എന്തോ പറ്റി, ഇപ്പോൾ വർക്കിംഗ് അല്ല. സറൗണ്ട് ലെഫ്റ്റ് ചാനൽ ഓഡിയോ ഔട്ട് ഇല്ലാതെ നോയ്സ് വന്നു. പിന്നെ പുഷ് പവർ പ്രൊട്ടക്റ്റ് ഓണിലേക്കായി. ഇപ്പോൾ പ്ലെയർ ഓണായി ഡിസ്പ്ലേ വീഡിയോ ഡിസ്പ്ലേ വരും. ആംപ്ലിഫയർ ഓണാകുമ്പോൾ പുഷ് പവർ പ്രൊട്ടക്റ്റ് വരും. ഇത് തുറന്നിരിക്കുവാണല്ലോ. അല്ല, ഇത് തുറന്നായിരിക്കുന്നു. സ്ക്രൂ ഇത് പൊട്ടിയിട്ടുണ്ട്. പറഞ്ഞായിരുന്നോ പുള്ളി? കഴിച്ച് ഈ സ്ക്രൂ കഴിച്ച്. അത് സാരമില്ല, അത് പ്ലാസ്റ്റിക്, അതിൻ്റെ പുറത്തുള്ള കവറിങ്. ഇപ്പോൾ ഓണായി. ഒന്നുമില്ല. പൊട്ടലല്ല, അത് വേറെ. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഇല്ല ഇല്ല, നമ്മൾ അവിടെ ഡിസ്പ്ലേ ഇവിടെ കവർ അടിച്ചു. നീ കണ്ടോ? ഇത് കണ്ടോ? കാണാത്തവരൊക്കെ വന്ന് കണ്ടേ. അയച്ചു ഊരിയിട്ട്. സ്ക്രൂ ഒന്നും അതിൻ്റെ അല്ല. വേറെ സാധനത്തിന് സ്ക്രൂ ആണ് ഇട്ടേക്കുന്നത്. ഇത് സ്ക്രൂ അല്ല, ഇത് അഴിച്ച് പണിതാണ്, പണിത് പൊട്ടിച്ചതുമാണ്. ഹലോ പറഞ്ഞോ. സോണിയുടെ പുല്ലും പാനലും വേണേൽ മാറിത്തരാമെന്നാ പറഞ്ഞത്. ഇത് ലോക്ക് സിസ്റ്റമാണ്. ഓരോന്നും ഓരോ പീസായിട്ട് ലോക്കായിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണിത്. ഇത് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഡയമണ്ട് രീതിയിൽ പണ്ട് കട്ടടിച്ചതാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ലോക്ക് എടുത്തെടുത്ത് വേണം പോകാൻ, എങ്കിലേ നമുക്ക് ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 6 മാസത്തിലൊന്നും വരെ ഒരു പാനൽ പോയിട്ടില്ല. ഞാനൊരു 5-6 വർഷമായിട്ട് ചെയ്യുന്ന, പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ ആ വാറണ്ടിയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഞാനുള്ള കാര്യം കൃത്യമായിട്ട് പറയുക. അല്ലാതെ നമ്മളിപ്പോൾ ഈ കമ്പനിക്കാർ പറയുന്ന പോലെ വാറണ്ടി കഴിഞ്ഞു 1 മണിക്കൂറും കൂടെ ആയി വാറണ്ടി തരികയില്ല. അതെ പാനൽ നല്ലത് വേണേൽ നമ്മൾ പൈസ കൊടുക്കാതെ കിട്ടത്തില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? 1 രൂപ അവന്മാർ കുറച്ച് തരത്തില്ല. 1 രൂപ വേണം അത് കൊണ്ടുപോയാൽ മതി എന്ന് തന്നെ അവർ പറയുന്നത് പച്ച മലയാളത്തിൽ. അപ്പം നമുക്കിത് നല്ല സാധനം കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കുറഞ്ഞ സെറ്റുകളും റീകണ്ടീഷൻ ചെയ്തമായ പാനലുകൾ നിങ്ങൾക്ക് ഇട്ട് തന്ന് നിങ്ങളെ വഞ്ചിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നല്ല സാധനം കിട്ടുന്നത്, നല്ലത് വരുന്നതിന് ഇത്രയും ഇത് വരും.
ഓക്കെ. ആ അതെ 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 എനിക്കറിയാം. അത് ഞാനിത് 36 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന ആളാണ്. നമ്മളങ്ങനെ ആരോടും പെരുമാറാറില്ല. ഓക്കെ ശരി. മാറിയിട്ട് ഞാൻ വിളിക്കാം. ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചേക്കാം. ഓക്കെ ശരി. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇത് കണ്ടോ, ഇത് ആംപ്ലിഫയർ ബോർഡ്. ഈ ആംപ്ലിഫയർ ബോർഡ് ഒരു റയർ മോഡലാണ്. നമുക്കിത് നോക്കണം, കിട്ടാൻ ചാൻസ് കുറവാണിത്. സാധാരണ മോഡലല്ല ഇത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പുഷ് പവർ പ്രൊട്ടക്ട്. ഇപ്പോൾ മോഡൊന്ന് കാണിച്ചത്. ആ കൊത്തിക്ക്. മീറ്റർ കഴിഞ്ഞത് ഇതുപോലത്തെ ന്യൂറോ പ്ലെയർ ഉണ്ടോ അവിടെ ഇരിക്കുന്നു? ഇളകി അതിൻ്റെ ഡിസ്ക് വല്ലതും ഉണ്ടായിരുന്നതേ ചിലപ്പോൾ ഇളകി വല്ലതും പോയതായിരിക്കും. ശരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയറുകൾ കമ്പനികൾ തന്നെ അങ്ങ് മടുത്തു, വേണ്ടെന്ന് വെച്ചു. ആ ഡിസ്ക് ഒന്നും ഇല്ലല്ലോ ഇപ്പം. ആ HDMI കോഡ് എടുത്ത് ഇതിൻ്റെ അകത്ത് HDMI ഔട്ട് എടുത്ത് മറ്റേ TV-യുടെ HDMI ഇന്നി കൂടെ ആ കോഡ് വർക്കിംഗ് ആണെങ്കിൽ അതെടുത്തോ. പോയ കോഡെടുത്ത് കുത്തിയിട്ട് കിട്ടുന്നില്ലെന്ന് പറയല്ല. ഔട്ട് TV-യിൽ ഇന്ന് ഇപ്പോൾ പുഷ് ഫോർ അല്ലല്ലോ, പ്ലേ ആയില്ല. ഒരു ഡിസ്ക് ഇട്ട് വിടണം. TV ഡിസ്പ്ലേ ഒന്നുമില്ലടാ.
അതിനെ വരാത്തെ ഓണാക്കിയില്ലേ ടി വി? വരണമല്ലോ. ആ കൊടുക്കുക. CD എടുക്കില്ലായിരിക്കും, എന്നാലും നിങ്ങൾ- ഇല്ല ടി വി എടുക്കും. HDMI അല്ലേ? അല്ല ഇതില് ആ പ്ലേ ഇട്ട് DVD പ്ലേ ഡിസ്ക് എടുത്തിട്ടാ മോനെ. DVD ആണ് കേട്ടെ. ഇത് കൂട്ട് ബ്ലൂറേയിലൊന്നും കൊണ്ട് DVD താഴെയുള്ള ഇടല്ല, ഒന്നും വർക്കാകത്തില്ല കേട്ടോ. ഓഡിയോ സീഡിയോ കൊടുക്കുന്ന കാണിക്കുന്നത്, അത് ഇതിന്റെ പ്രശ്നമാണ്. നോ ഡിസ്ക് ഉണ്ടല്ലേ? അതന്ന് ട്രാവലിംഗിൽ പറ്റിയതാ. ആ അവിടുന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, CD കിട്ട് പ്ലേ ചെയ്താണ്. ഓ അത് ശരി. സെക്കൻഡ് നമ്മൾ എടുത്താണോ? ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇതിൻ്റെ സ്പീക്കർ എല്ലാം ഉണ്ടോ? ഇതിന്റെ മാച്ചിങ് വേറെ സോണിയുടെ തന്നെ സ്പീക്കർ ഉണ്ട്, 3 ഓ ഉണ്ട്. ഓക്കെ. ആ എന്നാൽ കൊടുത്തോ മോനെ, കുഴപ്പമില്ല. റിസ്ക് എടുത്തോ. അതൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞാൽ ഇനി വൃത്തിയാറല്ലേ. ഇതാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഈ മേലെ ഡിസ്പ്ലേ ആയതുകൊണ്ട് എന്ത് മോഡാണെന്ന് അറിയണം, അവിടെ എഴുതിട്ട് ഇവിടെ നോക്കാം. പിന്നെ അല്ലേ ഓരോ ഉണ്ടാക്കൊക്കെ. ആരാണ് ഇത് ഡിസൈൻ ചെയ്തത്? അതെ. സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ഒന്ന് ഊരി കുത്തിയാ മോനെ. ഒന്ന് ഊരി കുത്തിയിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ ആയിക്കോളൂ. റിമോട്ട് അല്ല നമ്മുടെ ഈ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ മുഴുവൻ ചെയ്യാൻ ഓരോന്നും എടുത്ത് ഡിലേറ്റ് ചെയ്യണോ? അതെന്തൊരു തലവേന. എന്നിട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണോ? പോകത്തില്ല. ഓപ്പൺ ആയി വരുന്നില്ല കേട്ടോ. ഡിസ്ക് പോയോ? ഓപ്പൺ ഇപ്പം നമ്മൾ തുറന്നു വന്ന് അടച്ച് ഡിസ്ക് അതിനകത്ത് ഇട്ട് ഇപ്പം തിരിച്ചു വരുന്നില്ല. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ എഴുതി കാണിക്കുന്നില്ല, വരുന്നില്ല. ഒന്ന് തട്ടി നോക്കിയാൽ ചിലപ്പോൾ ഇനി ഈ ബോഡി എവിടെയെങ്കിലും ഇങ്ങനെ ഞാൻ ഒന്നും വേണ്ടതേ. ഡിസ്ക് ഓപ്പൺ ആയിട്ടുണ്ടോ? അത് തുറന്നു വരാത്തോണ്ട് അത് തിരിച്ചു പോകും. ക്ലോസ് ഒന്നായി പോവാ. ഓപ്പൺ ആകുമ്പോൾ ഇവിടെ എന്താ ഓപ്പൺ ആകുകയും ചെയ്തല്ലേ? അതെന്നാ ട്രാവലിംഗിൽ സംഭവിച്ചാണ്. അതിനുശേഷം നോഡിസ്ക് വരുന്നതും മെക്കാനിസം എന്തോ കംപ്ലൈന്റ് ആയതാണ്. വന്നു അത്ര മരുന്നുണ്ടായിരുന്നു മുമ്പേ. ഇപ്പം നമ്മൾ CD ഇട്ടതാ തുറന്നിട്ട്. കറക്റ്റായിട്ട് വന്ന CD തുറന്ന് നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ തന്നില്ല. അത് സെൻസറാണ്. നിങ്ങൾ അതിന്റെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ എല്ലാം കൈ കൊണ്ടുപോകുമ്പോൾ ഇനി പുതിയ കഥ ഉണ്ടാക്കാതെ. ഇതാണ് ഓപ്പൺ ടച്ചാണ്. സെൻസറിൻ്റെ അല്ലേ, ഇതൊരു മെക്കാനിസമാണ്. മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കും സമയം നമ്മൾ കൊടുക്കാമല്ലോ. ഓപ്പൺ ഫംഗ്ഷൻ പേടിച്ചോ? പാട്ടിട്ട മോനെ. നിന്റെ നെറ്റും ഇല്ല. എന്തൊരു ദരിദ്രമാണ് ഇത്. മതി കണക്ട് ചെയ്ത് പാട്ടിട്ട്. അത് BT ആപ്പ് എന്നായിരിക്കും വരുന്നത്, ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻ.
നമ്മുടെ ചാനലിന്റെ പേരെന്നാ? എന്റെ ചാനലിന്റെ പേര് മന്ദാകിനി ഡയറീസ്. മന്ദാകിനി ഡയറീസ്. അത് ഞങ്ങളുടെ കാറിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ്. മന്ദാകിനി എന്നോ? ഈ കാറല്ല, ഒരു പഴയ 800 ഉണ്ട്. ആ ഈ മന്ദം പോകുന്ന വണ്ടി ആയതുകൊണ്ട്. അല്ല, മന്ദാകിനി എന്നൊരു സിനിമ ഉണ്ടല്ലോ. സിനിമയുണ്ട് അങ്ങനെ. മന്ദാകിനി എന്ന് പറഞ്ഞാൽ കള്ളടിച്ച് പൂസാകുന്നതിനും കണ്ടല്ലോ. അങ്ങനെയല്ലേ മന്ദാകിനി എന്ന് പറയുന്നത്? അങ്ങനെ കള്ളിനും മന്ദാകിനി എന്ന് പേരുണ്ട്. അങ്ങനെ. പേരെങ്ങനെയാ അപ്പൊ? എന്റെ പേര് ഹാരിസ് എന്നാ. ഹാരിസ്. ഓക്കെ ഓക്കെ. തിരുവനന്തപുരത്തെ വീടല്ലേ? എന്റെ വീട് കൊല്ലമാ, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മന്ദാകിനി വെറൈറ്റി വെക്കാറാ? നിങ്ങൾ കൂട്ടുകാർ പോകുന്ന വണ്ടിയാ? നമ്മുടെ 800 ആണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വണ്ടിയിലൊക്കെ ഞാൻ ചുമ്മാ വീട്ടിൽ സ്വന്തമായിട്ടൊക്കെ പണിയെടുക്കും. അപ്പൊ അതിനകത്ത് ഇടുന്ന വീഡിയോകളൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നത്. ഓക്കെ. പിന്നെ ഞാനും കുറച്ച് ആംപ്ലിഫയർ അസംബിളൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഇലക്ട്രോണിക്സിലും ഇഷ്ടമാണ്, വണ്ടിയും ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനി കാണാം. പുള്ളിയുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ. എന്നാ ശരി ഹാരിസേ. ഓക്കെ, താങ്ക് യു. അല്ലല്ല, 800. എന്റെ ഫാദറിന് ടെക്നീഷ്യൻ ആയിരുന്നു, ഇലക്ട്രോണിക്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതൽ അത് കണ്ടു പഠിച്ചു. അപ്പൊ അതിന്റെ ഒരു ക്രേസ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് പിന്നെ സ്പെഷ്യലിസ്റ്റിനെ വേണമെന്നുള്ള വെച്ചിട്ടാണ് ഞാൻ വീഡിയോ കണ്ട് ഇവിടെ അയച്ചത്. കുഴപ്പമില്ല. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു. സബ്വൂഫറിൻ്റെ ബോർഡ് അയച്ചോ. മുത്തകിയുടെ സബ്വൂഫറിൻ്റെ ബോർഡാണ്. 4 ട്രാൻസിസ്റ്ററൊക്കെ വെച്ച് ഒരു സബ്വൂഫർ ബോർഡ്. അപ്പോൾ ഇതിലും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ചെയ്യാൻ പോവാണ്. ലെൻസ് കൂടെ ഞാൻ ലെഡും ഫ്ലെക്സും തന്നെ. കാലത്തെ രാജാവായിരുന്നു ഈ ആംപ്ലിഫയർ. ഇതിൻ്റെ ഹൈബ്രിഡ് ഒക്കെ ഒരു പ്രത്യേക സൈസ് STK ഹൈബ്രിഡൊക്കെ വെച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ പോരായ്മകളൊക്കെ തീർക്കുവാണ്. ശതമാനമൊക്കെ അതിൻ്റെ തീരുമാനിച്ചത് നല്ല സമയം എടുക്കും അല്ലേ? വേറെ ബ്രാൻഡൊക്കെയാണ് പെട്ടെന്ന് അടിച്ചു പോകുന്നത്. ഓഫ് ചെയ്ത് ക്യാമറ കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെക്കാൻ അങ്ങനെ ഒരു 1-2 സാധനം കുറഞ്ഞത് എടുക്കുക നല്ല എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പൈസയും കുറഞ്ഞിരിക്കും. ഇതിനൊക്കെ ഒത്തിരി പൈസ നമ്മൾ മുടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇതിൻ്റെ വില വെച്ച് ഈ വിവോ നല്ല ഫോണാണ്. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡ്. ബ്രാൻഡാണോ?
ഈ ഷസാമില്ലേ ഉം. യൂട്യൂബ് ഉം. പിള്ളേരെ പറയും അതെ വിവോ നല്ലതൊന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മെയിൻ ക്യാമറ ഇത്രയും ബഡ്ജറ്റ് ഇത്രയും നല്ല ക്യാമറ കിട്ടുന്ന വേറെ ഏതെങ്കിലും ഇല്ല. പിന്നെ മെമ്മറി പിന്നെ ഐഫോൺ വേറെ ലെവലാണ് കേട്ടോ. ഐഫോൺ നമ്മൾ കുറ്റം പറയുകയല്ല. അപ്പം നമ്മൾ സോണിയുടെ പ്രോസസ്സറും എൽ ജിയുടെ ലെൻസുമാണ് ഐഫോണിലിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ സോണിയാണ്. വിവോയ്ക്കകത്ത് വിളിച്ചില്ല സോണിയുടെ ലെൻസ് സോണിയ. വിവോയിലും അത് തന്നെ. ഒട്ടുമിക്കാറും സെറ്റായാലും സോണിയ. ക്യാമറയുടെ കാര്യത്തിൽ സോണിയെ വെല്ലാൻ ആരുമില്ല. ഇന്ന് ലോകം മൊത്തം ക്യാമറ സോണിയുടെ കീഴില്ല. സാറ്റലൈറ്റിൽ പോകുന്ന ക്യാമറ വരെ സോണിയുടെ. നല്ലപോലെ ക്ലീൻ ചെയ്യണം. നമ്മൾ സാധനങ്ങൾ മാറുകയും ഷോൾഡർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ ഫ്ലെക്സും സാധനങ്ങളൊന്നും അതിൽ ഇരിക്കാത്ത രീതിയിൽ നല്ല ഐസോപ്പപ്പിളിനിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നർ എടുത്ത് യൂസ് ചെയ്യണം. അത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് എവിടെയാണെന്ന് പോലും ഇതൊരു പുതിയ സെറ്റ് കാണുന്നവർക്ക് തോന്നുമോ? ഇത് ഞാൻ തൊട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ കൈ വെക്കാത്ത മേഖലയില്ല ഇതിനകത്ത്. പക്ഷേ ഞാൻ തൊട്ടതായിട്ട് ആർക്കും മനസ്സിലാവില്ല. അതാണ്, അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് പാക്ക് ചെയ്യാം. എൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതിനകത്തെ ഒരു ബ്ലൂടൂത്തും കൂടെ പിടിപ്പിക്കണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് അഴിച്ചു വെച്ചു, ബ്ലൂടൂത്ത് പിടിപ്പിക്കാതെ. ഇനി അഴിച്ചല്ല, പാക്ക് ചെയ്തായിരുന്നു. മറ്റേ പുഷ് പവർ പ്രൊട്ടക്റ്റ് ഉണ്ടായിരുന്നു സെറ്റ്. ഞാൻ ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുൾ പരിപാടിയാണ്. ഇന്ന് ഇത് ഇരിക്കുന്ന റിസൾട്ട് മുത്തകി എന്ന് പറഞ്ഞ സോണിയുടെ ഒരു ഹോം തിയേറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സാധനം ഇത് പിന്നെ നമ്മൾ ശരിയാക്കിയതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഇപ്പൊ എപ്പോഴും വായനയാ മോളെ. ഇത് സബ്വൂഫറിൻ്റെ കൂടെയും സബ്വൂഫറും എല്ലാം വർക്കിംഗ് 5.1 ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു സ്കൈപ്പും ചെയ്യുക. നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. സോണി ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. കാഞ്ഞിരപ്പള്ളി KK റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടവർ വിളിക്കുക. ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പിന്നെ ഒത്തിരി അടുത്ത് കാണിച്ച് പണിതും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, നമുക്കൊന്നും സമയമില്ല. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ്, സോണി ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടോളൂ. ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പോവാണ്. താങ്ക് യു. അത് കേന്ദ്ര ഗവൺമെൻറ് സാധനം അല്ല, കേരള സർക്കാർ. ബയോമെഡിക്കലൊക്കെ
പിന്നെ വേറെ എന്നാ ഉള്ളത്? ഇവിടെ ബയോമെഡിക്കലും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല അല്ലേ? ഉണ്ട്. ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, കമ്പ്യൂട്ടർ. അതെയോ? കടയുണ്ട്. കടയുണ്ട്. ആ വൈകുന്നേരം കത്തിയാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കയറണം. 11 മണി വരെ കിടക്കാൻ ആ അത് നല്ല. ഞാനിത് ചെയ്യാം. സത്യം ഈ സാധനം ഞാൻ തപ്പിയെടുത്ത് നമ്മുടെ കടയുടെ കൊടുക്കാനാണ്. പക്ഷെ ഇന്ന് വരെ നമ്മുടെ കടയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാട്ടുകാർക്ക് കൊടുത്തോണ്ട് ബാക്കി എല്ലാം പോയി. ആ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് പണ്ട് വൈദ്യന് അപ്പന് അസുഖപ്പെട്ട് ആശാരിക്ക് കട്ടില് വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അത് പറയുന്നതിനുള്ള അവസ്ഥയാണ് നമ്മുടെ കാര്യം. പ്ലംബർമാരെ വീട്ടില് ടാപ്പ് ശരിയാക്കൂല. എല്ലാവരും ശരിയാക്കി കൊടുത്തിട്ട് നമ്മളെ ശരിയാക്കാതെ നോക്കും. ശരിയായി. ഇത് അന്ന് ഞങ്ങളിത് ബോർഡ് ഫിറ്റ് ചെയ്ത സമയത്ത് ഫിറ്റ് ചെയ്ത് പോയിരുന്നത് ഓക്കെയാണ്. പിന്നെ അത് ഫിറ്റ് ചെയ്തു അന്ന് പറഞ്ഞു. പക്ഷെ ചാർജ് നല്ലപോലെ ബോർഡ് എൽ ഇ ഡിക്ക് നല്ല കറണ്ടുണ്ട് കേട്ടോ. അത് നല്ല വാട്ട്സ് ഉണ്ട്. ആ LED കത്തുന്ന എല്ലാം നല്ല വാട്ട്സ് ഉണ്ട്. എനിക്കത് ആ മാസം എനിക്ക് ഭയങ്കര കറണ്ട് ചാർജ് വന്നു. ഇതല്ല മോനെ നമ്മുടെ ബോർഡിനെ ബോർഡ് നമ്മൾ LED വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ രാത്രി കത്തിയില്ലെങ്കിൽ നേരം മുഴക്കോളം ഇത് കിടന്ന് കത്തും. അപ്പോൾ നമ്മുടെ കറണ്ട് ചാർജ് പോവും. ഇതിപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ റോട്ടിൽ കൂടെ ഉള്ളത് ആൾ കുറവല്ലേ, അന്നേരം കെട്ടുന്നത് നല്ലതാണ്. നേരത്തെ കെടുന്നത് കുഴപ്പമാണ്. 6 മണി തൊട്ട് 11 മണി. അത്ര കിട്ടാൽ മതി. കറക്റ്റ് ടൈം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആധാരമുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് സത്യം പറയാമല്ലോ, ഈ സാധനം ഞാൻ കുറേ വിറ്റെങ്കിലും ഇതുവരെ ഞാൻ കറണ്ടൊക്കെ കൊടുത്ത് നോക്കിയിട്ടില്ല. അതാണ് അവസ്ഥ. കത്തുവോ പിടിക്കുവോ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഈ സ്പീക്കറേ നമുക്കൊരു 4 സ്പീക്കർ ഒരു ഊപ്പറും കൂടി കൊടുക്കാം. അതിൽ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഇതിൽ കൊടുക്കാം. സ്പീക്കറിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നു? സ്പീക്കർ നമുക്ക് പല സൈസ് സ്പീക്കർ. അത് സോണിയുടെ സ്പീക്കർ, അതാണ് ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ, അതിൻ്റെ അടിയിൽ JBLൻ്റേത്. ചെറിയ ബോക്സ് ആയിട്ട് ചെയ്ത് തരാൻ പറ്റുമോ? ബോക്സ് ഉണ്ട് ഇവിടെ. ബോക്സ് ഉണ്ട്. ബോക്സ് വട്ടത്തിലുള്ളതുണ്ട്, നീളം കൂടിയതുണ്ട്, അങ്ങനെ പല സൈസുണ്ട്. കേൾക്കാൻ സുഖം. ട്യൂട്ടർ കൂടുതലുള്ള 3 വേ ഇത് ട്യൂട്ടറും മിഡ് റേഞ്ചും ഇതുമുള്ള സാധനം. മൂന്ന് വരെ ഉള്ളവര് അതിന് മുമ്പ് വന്നാൽ മതി. 3 മണിക്ക് മുമ്പേ. ഇവിടെ എത്ര മണി വരെ? 3 മണി വരെ നോർമലില്ല. ഇന്നലെ ഞങ്ങൾ പണി എടുത്തോണ്ടായിരുന്നു. ഇപ്പോൾ 6 മണി വരെ ആക്കി. ഇന്നലെ പാനൽ മാറാനുണ്ടായിരുന്നു 4 അത്. ഡിസ്പ്ലേ ഉണ്ടോ? എന്തോ 16:2 LGയുടെ LCD ഡിസ്പ്ലേ. ഇത് ലോഡ് കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ പരിപാടിയുണ്ട്. അത് ആ കാറ്റലോഗിലുണ്ട്. ഞാൻ ചുമ്മാ കൊടുത്ത് നോക്കുന്നുള്ളൂ. അതിനകത്ത് LGയുടെ അതിൻ്റെ അത് ഹോം തിയേറ്ററിൻ്റെയോ? അല്ലല്ല, അതിനല്ല, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് എന്നാ വല്ലതൊക്കെ കാണിക്കാനായിരിക്കും അല്ലേ?
എന്താ പ്രോജക്റ്റ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോവിഡ് ടൈമിൽ ടെമ്പറേച്ചർ